ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും ആക്രമണം. സുക്നുവിൽ വിഘടനവാദികൾ സുരക്ഷാ സേനാംഗങ്ങൾക്കു നേരെ നടത്തിയ വെടിവെപ്പിൽ ഒരു BSF ജവാൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. സിഗ്നുവിൽ തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. വിഘടനവാദികൾ നടത്തിയ വെടിവെപ്പിൽ BSF ജവാൻ രഞ്ജിത്ത് യാദവ് കൊല്ലപ്പെട്ടു. അസം റൈഫിൾസിലെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണം നടന്നയുടൻ രഞ്ജിത്ത് യാദവിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം നീട്ടി. ഈ മാസം 10 വരെയാണ് നിരോധനം നീട്ടിയത്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. ആഭ്യന്തര സംഘർഷം കണക്കിലെടുത്ത് മെയ് 3 മുതലാണ് സംസ്ഥാനത്ത് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയത്. മണിപ്പൂരിലെ ജനസംഖ്യയുടെ 60% വരുന്ന മെയ്തൈ വംശജരെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള ഹൈക്കോടതി വിധിയും അത് നടപ്പാക്കാനുള്ള സർക്കാർ നീക്കവുമാണ് കലാപത്തിന് വഴിയൊരുക്കിയത്. സൈന്യത്തെ വിന്യസിച്ചതിനു പിന്നാലെ മണിപ്പൂർ സംഘർഷത്തിന് അയവുണ്ടായിരുന്നു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.